ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ സ്റ്റൈലിൽ തന്നെ വീട്ടിൽ എങ്ങനെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി എൻ്റെ പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചിക്കൻ കഴുകിയെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ ഒരുപാട് വേണ്ട, നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ട് ബാക്കി നമുക്ക് ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കുറച്ച് നല്ല പീസൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അധികം ടൈമൊന്നും നമുക്ക് വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കതിനെ എടുത്തിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഇങ്ങനെ പിച്ചെടുക്കാം. കാരണം നമ്മൾ ഫ്രൈഡ് റൈസിനകത്ത് ഇത് എടുത്ത് കടിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ ചേർക്കുന്നതിനാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു രീതി, ആ ഒരു സ്റ്റൈൽ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വെള്ളത്തിന് അളവൊന്നുമില്ല. അരി നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ അരിയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് കുറച്ച് കൂടുതൽ വേണം, വെള്ളത്തിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും അതുപോലെ തന്നെ രമ്പയിലുമാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. വേറെ ഒരു സാധനങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ അരിയൊന്ന് റെഡിയായി കിട്ടും. വെന്ത് കഴിഞ്ഞ് നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അരി ഒരിക്കലും പൊട്ടിപ്പോകരുത്. പൊട്ടി പിരിഞ്ഞോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ കൂടെ ഇങ്ങനെ നോക്കിക്കൊള്ളണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിയൊരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം അത് കുറച്ച് തണുക്കണം. തണുത്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഫ്രൈഡ് റൈസ് ശരിയായി വരൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് കോരി മാറ്റി കുറച്ച് നേരത്തേക്ക് തണുക്കാൻ വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ഇത് അല്ലാതെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടി ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് ഇത് തന്നെ ഏകദേശം 10 മിനിറ്റോളം ഉള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു വീഡിയോ ആയിട്ടാണ് ചിക്കൻ ചില്ലിയുടെ വീഡിയോ ഇടുന്നത്. ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ശൈലിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമ്മൾ റൈസ് എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറൊരു പാത്രം വെച്ച് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം, ഓയിൽ ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്, ഒരു ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, ചെറുതാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം. ഇനി ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന്, ഒരുപാടൊന്നും വാടിപ്പോകരുത്. നമുക്ക് ചെറിയൊരു ആ പച്ച ഇതൊന്ന് മാറി കിട്ടിയത്. എന്നിട്ട് ആവശ്യത്തിന് ഒരു 2-3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒരുപാട് അങ്ങ് വഴണ്ട് പോകരുത്, അത് കണക്കാക്കി നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. കുറച്ച് ബീൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. ഞാനിപ്പോൾ ബീൻസ് ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ ചേർക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ അത് രണ്ടും ഞാൻ ഇട്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മതി. അതായത് സോയാ സോസാണ്, അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിക്കണം, ഒരുപാട് ഇട്ട് കളയരുത്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ഒരു 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ട് അതേപോലെ തന്നെ 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഞാനിപ്പോൾ വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ഒരുപാട് തീ നമുക്കിതിന് ആവശ്യമില്ല, കാരണം ഇതെല്ലാം വഴണ്ടു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തീയിൽ നമുക്കിതിനൊന്ന് ഇതെല്ലാം കൂടി സോസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിനകത്ത് ക്യാപ്സിക്കം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും ഇതേപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം
ഒരുപാട് തീയിട്ടിട്ട് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലാതായി പോകും. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമ്മൾ ചെയ്യാനുള്ള ഇതിനെ ഒരു സൈഡിലോട്ട് നമുക്ക് ഒതുക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു 3 മുട്ട ഞാൻ എടുക്കുന്നുണ്ട്. മുട്ട അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് അതിനകത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇളകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യേണ്ട ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് ഇളക്കിയെടുത്ത് അതിനെ ഒന്ന് വേർതിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇനി നമ്മൾ ആ വെജിറ്റബിൾ ചോറ് പേസ്റ്റായി പോവാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തണുക്കാൻ വെക്കണമെന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ടാണ്. തണുത്ത് കഴിഞ്ഞാൽ ചോറ് നല്ല രീതിയിലായിട്ട് ഇരിക്കും. നമ്മളപ്പോൾ ഇതിനകത്തിട്ടിട്ട് ചെറിയ തീയിട്ടിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഞാൻ നേരത്തെ കുറച്ച് ബാക്കി വെച്ചിട്ടുള്ള അതും കുറച്ച് പുതിനയില കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിനൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് കൊച്ചുങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കണ്ടവരാണെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കിയാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.